മലയാളത്തിന്റെ ജനപ്രിയ നായകൻ ശ്രീ ദിലീപിന് അദ്ദേഹത്തിന്റെ ആരാധകർ സമർപ്പിക്കുന്ന dileeponline.com എന്ന സൈറ്റ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായ കാര്യസ്ഥനെ കുറിച്ച് ചിത്രത്തിന്റെ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായ ശ്രീ സിബി കെ തോമസ് dileeponline.com സംസാരിക്കുന്നു. നമസ്കാരം സാർ. സിബി കെ തോമസ്, ജയകൃഷ്ണ ടീം ദിലീപുമായി ഒന്നിച്ചപ്പോഴൊക്കെ തിയേറ്ററുകളിൽ പൊട്ടിച്ചിരിയുടെ ഒരു പൂരം തന്നെ സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. കാര്യസ്ഥൻ എന്ന ചിത്രവും ഇത്തരത്തിൽ ഒരു ചിത്രമായിരിക്കുമോ? ചിത്രത്തെപ്പറ്റി താങ്കൾക്ക് എന്താണ് തിരക്കഥാകൃത്ത് എന്ന നിലയിൽ പറയാനുള്ളത്? ഈ ചിത്രം ഒരു മുഴുനീള ഹാസ്യ ചിത്രമായിരിക്കുമോ അതോ നർമ്മത്തിൽ ചാലിച്ച ഒരു കുടുംബ ചിത്രമായിരിക്കും? ഈ ചിത്രം ശരിക്കും പറഞ്ഞാൽ ചിരിയുടെ രാജകുമാരൻ കളിയിൽ അല്പം കാര്യവുമായിട്ട് വരുന്ന ചിത്രമാണ്. എന്നുവെച്ചാൽ കുറച്ച് ചിരിക്കാനും എന്നാൽ കുടുംബ ബന്ധങ്ങളും കുറച്ച് കാര്യങ്ങളും ഒക്കെയുള്ള ഒരു ചിത്രമാണ്. ചിത്രത്തിലെ ദിലീപിന്റെ ക്യാരക്ടറിനെ പറ്റി ദിലീപിന്റെ ക്യാരക്ടർ ഈ ടൈറ്റിൽ റോള് ചെയ്യുന്ന ദിലീപാണ്. കാര്യസ്ഥൻ. 2 കുടുംബങ്ങൾ, ഒരു കൃഷ്ണപുരം എന്ന ഗ്രാമത്തിലെ ഒരു കർഷക ഗ്രാമമാണ്. അവിടെ അതിന്റെ ഭൂരിഭാഗം സ്ഥലങ്ങളും 2 വലിയ കുടുംബങ്ങൾക്കാണ്. അത് കുത്തേടത്ത് തറവാട്, കിഴക്കേടത്ത് തറവാട്. ഈ 2 കുടുംബങ്ങളും ഒരു കോമ്പൗണ്ടിൽ നിൽക്കുന്ന 2 കുടുംബങ്ങൾ ഒന്നിച്ച് എല്ലാ സംരംഭങ്ങളും ഒന്നിച്ച് നടത്തുന്നുണ്ട്. വിഷു കുത്തേടത്താണെങ്കിൽ ഓണം കിഴക്കേടത്ത് ഉത്സവം ഒന്നിച്ച് അങ്ങനെ ഒരുമയോടെ ജീവിക്കുന്ന 2 കുടുംബങ്ങൾ. അത് കിഴക്കേടത്തെ കാരണവരാണ് കൃഷ്ണവാര്യർ. അത് മത്സാർ, അറിയണം, മത്സാർ അഭിനയിക്കുന്നു. അപ്പുറത്തെ കുത്തേടത്തെ കാരണവർ ശങ്കരൻ നായർ. ഈ 2 മക്കളും അങ്ങനെ മരുമക്കൾ കുറെ കുടുംബങ്ങൾ 2 കുടുംബങ്ങളിലും ഒരുപാട് അംഗങ്ങളുണ്ട്. 2 കുടുംബങ്ങൾ ഒരു കുടുംബങ്ങളിൽ താമസിക്കുന്നു. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ 2 കുടുംബങ്ങൾ തമ്മിൽ അകലും. വർഷങ്ങൾക്ക് മുമ്പ് അകലുന്നു. അതിന് ഈ 2 കുടുംബങ്ങളെയും ഒന്നിപ്പിക്കുക എന്ന ദൗത്യമായി വരുന്ന ഒരു ക്യാരക്ടറാണ് ദിലീപിന്റെ. കൃഷ്ണനുണ്ണി എന്ന ക്യാരക്ടർ കാര്യസ്ഥനായിട്ട് അദ്ദേഹത്തെ തറവാട്ടിലെത്തുന്നു. അതാണ് ദിലീപിന്റെ ക്യാരക്ടർ. ചിത്രം 100-ലധികം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നു എന്നാണ് കേൾക്കുന്നത്. അതുപോലെ തിരുവനന്തപുരത്ത് ഒരു തിയേറ്ററിൽ മാത്രമേ ചിത്രം റിലീസ് ചെയ്യുന്നുള്ളൂ, കൃപ തിയേറ്ററുമായുള്ള എന്തോ തർക്കത്തിന്റെ പേരിൽ നിന്ന്. താങ്കൾക്ക് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് അതിന്റെ തിയേറ്ററിന്റെ അതിനെ കുറിച്ച് തിരുവനന്തപുരത്തെ കാര്യത്തെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് അധികമായിട്ടൊന്നും പറയാൻ കഴിയുന്നില്ല. എങ്കിലും 100-ലധികം തിയേറ്ററുകളിൽ ചിത്രം റിലീസ് ചെയ്യുന്നുണ്ട്. ചിത്രം അത്രയും തിയേറ്ററുകളെ റിലീസ് ചെയ്യാനാണ് ഇപ്പോൾ നിർമ്മാതാവ് ആൻഡ്രൂ ജോസഫ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മലയാളത്തിലെ മുൻനിര ഹാസ്യ നടന്മാരിൽ ഒരാളായ ശ്രീ സുരാജ് വെഞ്ഞാറമ്മൂട് ശ്രീ ദിലീപിന്റെ ചിത്രങ്ങളിൽ ഒരുപക്ഷെ അധികം അഭിനയിച്ച് കണ്ടിട്ടില്ല. ഇത് അദ്ദേഹത്തിന്റെ 3ാമത്തെ ചിത്രമാണെന്ന് തോന്നുന്നു ദിലീപും ഒന്നിച്ചുള്ളത്. ഈ ചിത്രത്തിൽ സുരാജ് വെഞ്ഞാറമ്മൂട് അവതരിപ്പിക്കുന്ന ക്യാരക്ടറിനെ പറ്റി ഒന്ന് പറയാമോ? ഈ ചിത്രത്തിലെ ദിലീപിന്റെ സുരാജ് വെഞ്ഞാറമൂടിന്റെ കഥാപാത്രത്തിന്റെ പേര് വടിവേലി എന്നാണ്. അത് ഒരു തമിഴ്നാട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. മലയാളം എന്നതാണ്. ആ ഗ്രാമത്തിലെ ദിലീപിന്റെ ചെറുപ്പം മുതലേയുള്ള ദിലീപ് കൃഷ്ണനുണ്ണി ഉണ്ണി എന്ന് വിളിക്കും. അപ്പോ ചെറുപ്പം മുതലുള്ള കളിക്കൂട്ടുകാരനാണ് ഈ സുരാജിന്റെ ക്യാരക്ടർ വടിവേലി. അവര് പൊട്ട ബന്ധമാണ്. ദിലീപിനെ കൃഷ്ണനെ കുട്ട എന്ന് സുരാജിനെ പൊട്ട എന്നുമാണ് ദിലീപ് വിളിക്കുന്നത്. കാരണം അതുപോലെ പൊട്ടത്തരങ്ങൾ ചെയ്യുന്നതാണ് സുരാജ് ഈ സിനിമയിൽ മുഴുവൻ ആദ്യം മുതൽ അവസാനം വരെ ദിലീപിന്റെ ഒപ്പം തന്നെ കൂടെ തന്നെയുള്ള ഒരു കഥാപാത്രമാണ്. ചിത്രത്തിൽ എത്ര പാട്ടുകളുണ്ട്? ചാനലുകൾ എന്ന് തൊട്ടാണ് പാട്ടുകൾ കാണിച്ചു തുടങ്ങുന്നത്? ചാനലുകളിൽ പാട്ടുകൾ കാണിച്ചു തുടങ്ങി കഴിഞ്ഞു. ആ ചിത്രത്തില് മൊത്തം ഒരു 5 പാട്ടുണ്ട്. 5 പാട്ടും
ഇന്ന് ഈ 5 പാട്ടില് 3 പാട്ട് റിപ്പീറ്റ് ചെയ്ത് കുറെ പോർഷൻസ് റിപ്പീറ്റ് ചെയ്തിരുന്നു. പാട്ടുകള് സംഗീതം വേണി ഡിവിഷനാണ്, പാട്ട് എഴുതിയിരിക്കുന്നത് കൈതട്ടം. CBK തോമസ് ഉദയകൃഷ്ണ ടീം ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് ശ്രീ ദിലീപുമായിട്ടായിരിക്കും. ദിലീപിനെ ഞങ്ങളുടെ 14 ചിത്രങ്ങളിൽ ദിലീപ് ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇത് 14ാമത്തെ ചിത്രമാണ് ഞങ്ങളുടെ തിരക്കഥയിൽ ദിലീപ് അഭിനയിക്കുന്ന 14ാമത്തെ ചിത്രമാണ്. ഒരു നടൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു താരം എന്ന നിലയിൽ ദിലീപിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞങ്ങൾക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങള് ഒരു 8-9 സിനിമ കഴിഞ്ഞിട്ടാണ് ദിലീപിന്റെ സിനിമ ചെയ്യുന്നത്, ഞങ്ങൾ തിരക്കഥ ചെയ്യുന്നത്. അത് ആദ്യമായിട്ട് തിരക്കഥ ചെയ്യുന്ന ഉദയഗുരു സുൽത്താൻ എന്ന സിനിമയാണ്. ആ സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ ദിലീപിനെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ തുടങ്ങാനായിട്ടുള്ള ഒരു ദിവസം ദിലീപ് എപ്പോൾ തുടങ്ങുമെന്ന് പറയുന്നത്, പക്ഷെ തിരക്കഥയാക്കുന്നു പറഞ്ഞു. തിരക്കഥ ഞങ്ങളാക്കി. തിരക്കഥ കേട്ടപ്പോൾ തന്നെ ദിലീപിന് ഞങ്ങളെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടായി. ഉടനെ തന്നെ ദിലീപ് അടുത്ത ദിവസം തന്നെ ആ സിനിമ തുടങ്ങാനുള്ള നിർദ്ദേശം അതിന്റെ സംവിധായകൻ ജോസ് തോമസ് കൊടുക്കുകയും ആ സിനിമ തുടങ്ങാൻ ചെയ്തു. ദിലീപ് ഞങ്ങളുമായിട്ടുള്ള ഞങ്ങൾ ഒരു സബ്ജക്റ്റിന്റെ ഒരു ത്രെഡ് കുറച്ച് പറയുമ്പോൾ തന്നെ ദിലീപിന് ഏകദേശം പിടികിട്ടും. അവരിങ്ങനെയായിരിക്കും അത് വർക്ക് ചെയ്യും, അതിന് സാധ്യതയുണ്ട്. അത് എന്താണെന്ന് പറഞ്ഞുകൂടാ, ദിലീപ് പെട്ടെന്ന് മനസ്സിലാവും ദിലീപ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്. അതാണ് ഞങ്ങൾ. അതുപോലെ ദിലീപ് ഒരു അഭിപ്രായം പറഞ്ഞാൽ ഞാൻ നമ്മുടെ തിരക്കഥകളിൽ ദിലീപ് അഭിപ്രായം പറഞ്ഞാൽ നല്ല അഭിപ്രായങ്ങളാണ് ദിലീപ് പറയാറ്. അത് ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറുമാണ്. അതുകൊണ്ട് ബന്ധമാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. പിന്നെ ഒരു സിനിമയുടെ സ്വന്തം കഥാപാത്രം മാത്രമല്ല, ആ സിനിമയുടെ ടോട്ടാലിറ്റിക്ക് വേണ്ടി മറ്റ് കഥാപാത്രങ്ങളും അവർ ഷൈൻ ചെയ്യാനുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. അവരുടെ കഥാപാത്രം മാത്രമല്ല, ആ സിനിമയുടെ മൊത്ത കഥാപാത്രങ്ങൾക്ക് എന്തൊക്കെ കിട്ടണം, എന്തൊക്കെ അതിനുവേണ്ടി നമുക്ക് നമ്മളോട് സംസാരിക്കുകയും ചർച്ച ചെയ്യുന്നതാണ്. CBK തോമസ് ഉദയകൃഷ്ണ ടീം തിരക്കഥ രചനയിൽ നിന്ന് ഇപ്പോൾ സംവിധാനത്തിലേക്ക് കടക്കുന്നു എന്ന് ഒരു വാർത്ത വന്നിരുന്നു. ആദ്യ സംവിധാന സംരംഭം തന്നെ മലയാളത്തിലെ സൂപ്പർ താരങ്ങൾ മമ്മൂട്ടിയും മോഹൻലാലും പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്ന അരക്കള്ളൻ മുക്കാൽക്കള്ളൻ എന്ന ചിത്രത്തിലൂടെയാണ് എന്ന രീതിയിൽ വാർത്തകൾ വന്നിട്ടുണ്ട്. ഈ ചിത്രം എന്ന് തുടങ്ങും? ഈ ചിത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അടുത്ത വർഷം അരിഞ്ഞ ചിത്രം ഉണ്ടാവുക. അതിന്റെ നിർമ്മാതാവ് മമ്മൂട്ടിയാണ്. പിന്നെ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞങ്ങൾ തിരക്കഥ ചെയ്യാനായിട്ട് 2 പടങ്ങൾ കമ്മിറ്റി അതിന്റെ ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് കിടക്കുന്നുള്ളൂ. അപ്പൊ ഇനി ഉടൻ വരാനിരിക്കുന്ന 2 ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് കല്യാമോഹൻ സമയം ദിലീപിൽ തുടങ്ങുന്നതാണ്. ജോസ് തോമസ് അതിന്റെ നിർമ്മാതാവ് സുകുമാറും മാത്രമായിരുന്നു. ദിലീപ് തന്നെയാണ് അതിലും ഹീറോ. അപ്പോൾ ഈ ടീമിൽ നിന്നും വരുന്ന അടുത്ത 2 ചിത്രങ്ങളിലും ശ്രീ ദിലീപാണ് നായകൻ. അതെ അതെ. ഇല്ല, പുതുമുഖ സംവിധായകനാണ് ഈ ചിത്രവുമായിട്ട് സഹകരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത്? അദ്ദേഹം ഞങ്ങളുടെ ഒരുപാട് സിനിമകളിൽ അസോസിയേറ്റഡ് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ജോണി ആന്റണി, ജോസ് തോമസ്, ചന്ദ്രമോഹൻ, ഞങ്ങളുടെ തിരക്കഥ എഴുതിയ മിക്ക സിനിമകളിലെ അസോസിയേറ്റ് ഷാഫി, ഇവരുടെയൊക്കെ അസോസിയേറ്റഡ് തോംസൺ തന്നെയാണ് വർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ തോംസൺ ഈ പടം ചെയ്യുമ്പോൾ ഒരു പുതിയൊരാളായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. തോംസൺ എന്റെ ബ്രദർ കൂടിയാണ് തോംസൺ. മലയാളത്തിന് ഒരു പുതിയ ഹിറ്റ് സംവിധായകനെ കൂടി ഈ ചിത്രത്തിൽ കൂടെ ലഭിക്കും എന്ന് നമുക്ക് കരുതാം. അപ്പോ dileeponline.com വേണ്ടി ഇത്ര സമയം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. കാര്യത്തിന് ഒരു വൻ വിജയമായി തീരട്ടെ. ഇനി വരാനിരിക്കുന്ന നിങ്ങളുടെ പ്രൊജക്ടുകൾ തിരക്കഥാകൃത്തുകൾ എന്ന നിലയിലും സംവിധായകർ എന്ന നിലയിലും ഇനി വരാനിരിക്കുന്ന നിങ്ങളുടെ എല്ലാ സിനിമാ സംരംഭങ്ങളും വൻ വിജയങ്ങളായി മാറട്ടെ എന്ന് dileeponline.com വേണ്ടി ആത്മാർത്ഥമായി ആശംസിക്കുന്നു. വളരെ നന്ദി. ഞങ്ങളിങ്ങനെ സംരംഭത്തിൽ പങ്കെടുപ്പിക്കുന്നു.